ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധുനിക അറബ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ്, ഫദ്വ തൂഖാനെ. ഒരുപാട് സാമൂഹിക വിലക്കുകളൊക്കെ മറികടന്ന് ഒരു ജനതയുടെ തന്നെ ശബ്ദമായി മാറിയ അവരുടെ ജീവിതവും സാഹിത്യവും നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. അപ്പോ നമുക്ക് തുടങ്ങാം. മഹാനായ മഹ്മൂദ് ദർവീഷ് അവരെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. ഫലസ്തീനി കവിതയുടെ മാതാവ്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു പേര് വന്നത്, അല്ലേ? ശരി, നമുക്കതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അവരുടെ ജീവിതം നമ്മൾ പ്രധാനമായും ഈ 5 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഓരോ ഘട്ടവും കൃത്യമായി മനസ്സിലാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആരായിരുന്നു ഈ ഫദ്വ തൂഖാൻ? അവരുടെ ഒരു ആമുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് അവരുടെ ബേസിക് ഡീറ്റെയിൽസ്. ഇതൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. 1917 ഫലസ്തീനിലെ നബ്ലുസിലാണ് ജനനം. 2003 മരിച്ചു. പിന്നെ അവരെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഷായിറത്തു ഫലസ്തീൻ, അതായത് ഫലസ്തീനിന്റെ കവയിത്രി എന്ന പേരിലാണ്. അവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കുടുംബമായിരുന്നു. 10 മക്കളിൽ 7ാമത്തെ ആളായിരുന്നു ഫദ്വ. ഇനി നമുക്ക് അവരുടെ കുട്ടിക്കാലത്തേക്ക്, ആ ഒരു തുടക്കത്തിലേക്ക് പോകാം. അവിടെ ഒരുപാട് വെല്ലുവിളികളും അതേസമയം തന്നെ അവർക്ക് വലിയൊരു പ്രചോദനമായ ഒരു ബന്ധവും നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, വളരെ യാഥാസ്ഥിതികമായൊരു കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞതോടെ അവരുടെ പഠിത്തം നിന്നുപോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. അവരുടെ സഹോദരൻ, പ്രശസ്ത കവി കൂടിയായ ഇബ്രാഹിം തൂഖാൻ, അവർക്കൊരു വഴികാട്ടിയായി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അവരുടെ ഗുരു. കവിതയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത് ഇബ്രാഹിം തൂഖാനാണ്. തുടക്കകാലത്ത് അവർ സ്വന്തം പേരിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് റൊമാന്റിക് കവിതകൾ. അതിനു പകരം അദ്ദനാനീർ, അൽ മുത്തവക്ക എന്നൊക്കെയുള്ള തൂലികാനാമങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് സ്വന്തം പേര് മറച്ചുവെച്ചത്? ഉത്തരം വളരെ സിമ്പിളാണ്. അന്നത്തെ സമൂഹം. തന്റെ കൺസർവേറ്റീവ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകളെ അവർ ശരിക്കും ഭയന്നിരുന്നു. ഒരു സ്ത്രീ സ്വന്തം വികാരങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ എഴുതുക എന്നത് അക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അതായിരുന്നു ആ രഹസ്യത്തിന് പിന്നിലെ കാരണം. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇവിടെയാണ് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ചില വ്യക്തിപരമായ നഷ്ടങ്ങളും പുതിയ അനുഭവങ്ങളുമൊക്കെ ചേർന്ന് ആ ഒതുങ്ങിക്കൂടിയിരുന്ന കവിയത്രിയെ ഒരു ജനകീയ ശബ്ദമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, 40കളിൽ ആദ്യം അച്ഛനും പിന്നീട് തന്റെ ഗുരുവായിരുന്ന സഹോദരൻ ഇബ്രാഹിമും മരിക്കുന്നു. അത് വലിയൊരു ആഘാതമായിരുന്നു. പിന്നെ 60കളുടെ തുടക്കത്തിൽ അവർ 2 വർഷം ലണ്ടനിൽ പോയി പഠിക്കുന്നു. അതോടെ അവരുടെ ലോകം തന്നെ മാറി. ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് വരുന്നത് 1967 നക്സ എന്നറിയപ്പെടുന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിലെ പരാജയം. ഈ സംഭവത്തിനു ശേഷം ഫദ്വ തൂഖാൻ എന്ന വ്യക്തിയും കവയത്രിയും പൂർണ്ണമായും മാറി. അതുവരെ പ്രണയത്തെക്കുറിച്ചെഴുതിയ അവരുടെ തൂലിക പിന്നീട് ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും എഴുതാൻ തുടങ്ങി. അതെ, 1967 ആ നക്ഷയ്ക്ക് ശേഷം അവർ തന്റെ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നില്ല. അവർ പുറത്തേക്കിറങ്ങി. മഹ്മൂദ് ദർവീഷിനെയും സമീ അൽ ഖാസിമിനെയും പോലുള്ള പ്രമുഖരായ ഫലസ്തീനി കവികളോടൊപ്പം അവർ വേദികൾ പങ്കിടാൻ തുടങ്ങി. സാഹിത്യ സമ്മേളനങ്ങളിൽ സജീവമായി. അതോടെ ഫലസ്തീനിന്റെ ഒരു പൊതുശബ്ദമായവർ മാറുകയായിരുന്നു. ഈ ഒരു മാറ്റം അവരുടെ സാഹിത്യ ജീവിതത്തെയും സ്വാധീനിച്ചു. അതോടെ ഒരുപാട് ശക്തമായ രചനകൾ അവരിൽ നിന്ന് പുറത്തുവന്നു. അപ്പോ അവരുടെ പ്രധാനപ്പെട്ട കൃതികളും അവർക്ക് ലഭിച്ച അവാർഡുകളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന ടേബിൾ ശ്രദ്ധിച്ചാൽ അവരുടെ വർക്കുകളെ നമുക്ക് 2ആയി തിരിക്കാം. ഒന്ന് അവരുടെ കവിതകൾ, അതായത് അഷ്യാർ. മറ്റൊന്ന് ഗദ്യരചനകൾ, അതായത് അന്നസർ.
കവിതകളിൽ വഹ്ദീമ അയ്യാം, അൽ ലൈലു അൽ ഫുർസാനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗദ്യരചനകളിലേക്ക് വന്നാൽ അവരുടെ സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പായ അഹി ഇബ്രാഹിം ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം അവരുടെ ആത്മകഥയാണ്. 2 ഭാഗങ്ങളുണ്ട്, റിഹല ജബലിയ വ റിഹല സഅബ്, പിന്നെ റിഹല അൽ അസഅബ്. ഈ പേരുകളൊക്കെ തീർച്ചയായും ഓർത്തുവെക്കണം. തീർച്ചയായും അവരുടെ ഈ സംഭാവനകൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മെഡിറ്ററേനിയൻ സിൽവർ ഒലീവ് കൾച്ചറൽ അവാർഡ്. പിന്നെ അറബ് ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ അവാർഡുകളിലൊന്നായ UAEയുടെ സുൽത്താൻ അൽ ഉവൈസ് അവാർഡും അവർക്ക് ലഭിച്ചു. ശരി, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഫദ്വ തൂഖാന്റെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? എന്താണ് അതിലെ പ്രധാനപ്പെട്ട ആശയം? നമ്മൾ തുടങ്ങിയതെവിടെയാണോ അവിടേക്ക് തന്നെ തിരിച്ചുവരികയാണ്. ഉമ്മു ഷെറിൽ ഫലസ്തീനി കവിതയുടെ മാതാവ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. തന്റെ വ്യക്തിപരമായ ദുഃഖങ്ങളെ ഒരു ജനതയുടെ മുഴുവൻ പോരാട്ടങ്ങളുമായി അവർ ബന്ധിപ്പിച്ചു. അതുപോലെ വരും തലമുറയിലെ കവികൾക്ക് ഒരു വഴികാട്ടിയായി, ഒരു അമ്മയെപ്പോലെ അവർ നിലകൊണ്ടു. അതുകൊണ്ടാണ് അവർ ഇന്നും ആ പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കപ്പെട്ട ഒരു പെൺകുട്ടിയിൽ നിന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു സാഹിത്യകാരിയായി മാറിയ ഫദ്വ തൂഖാന്റെ കഥ. സ്വന്തം പരിമിതികളെയും വെല്ലുവിളികളെയും മറികടക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഇതിൽ പരം വലിയൊരു പ്രചോദനം വേറെയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.